എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ഫൈസൽക്കാണ്. ഫൈസൽ ഖാൻ്റെ ഒരു ഉൽപ്പന്നമാണിത്. ഇത് പേനയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേന പോലെയല്ല, ഇത് പേപ്പർ കൊണ്ടാണ് ഈ പേന ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പേനക്ക് വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പേപ്പർ പേന സാധാരണ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചെറിയല്ലേ ചെയ്യുക. അപ്പോൾ ഇതിന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇതിലാകെ യൂസ് ചെയ്യുന്നത് പേപ്പർ അല്ലാത്തത് അതിൻ്റെ ഉള്ളിലുള്ള ട്യൂബ് മാത്രമാണ് പ്ലാസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ പേപ്പറാണ്. അത് പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിയുമ്പോൾ അത് ആ ട്യൂബിൻ്റെ അകത്ത് വരുന്നത് ഒരു തരം വിത്താണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ മണ്ണിൽ കിടന്നിട്ട് മുളയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ ട്യൂബ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂമിക്കായിട്ട് വേറെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരെ പോലുള്ള വയ്യാത്ത ആളുകൾ ഇരുന്നു കൊണ്ടാണ് ഈ പേപ്പർ പേൻ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫൈസൽക്ക് നമ്മളോട് പറയും. ഇത് നമ്മൾ പേപ്പറിലാണ് ഇത് മുഴുവനായിട്ടും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന ട്യൂബ് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് ഉള്ളത്. ഇതിന് ഒരു സന്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു വിത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വിത്ത് നമ്മൾ ഈ പേപ്പർ വലിച്ചെറിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഈ പേപ്പർ ദ്രവിച്ച് മണ്ണിലേക്ക് ഈ വിത്ത് ഇറങ്ങി പ്രകൃതിക്ക് ഗുണമുള്ള ഒരു ചെടി ഇതിനകത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. അതിലുപരി ഞങ്ങളെപ്പോലത്തെ കിടപ്പ് രോഗികൾ, വീൽ ചെയറിലുള്ളവർ, ബെഡിലായിട്ടുള്ളവരൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ്. ഇതിന് 3 സന്ദേശമാണ്. 1, നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. 2, നമുക്ക് പ്രകൃതിക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു ചെടി ഇതിനകത്ത് നിന്ന് ഉണ്ടാവുക. 3, ഞങ്ങളെപ്പോലത്തെ കിടപ്പ് രോഗികളായിട്ടുള്ള പെൻഷൻ മാത്രം കിട്ടി ജീവിക്കുന്ന മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ആളുകൾക്കൊരു ജീവിതമാർഗം. ഇത്രയാണ് ഇതിനകത്തുള്ള ഉദ്ദേശം. അപ്പോൾ ഇതിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്പർ ഇത് ആവശ്യമുള്ള ഇത് ബൾക്കായിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മിനിമം ഒരു 25 എണ്ണെങ്കിലും നമ്മൾ ആകുമ്പോഴാണ് നമ്മൾ കൊറിയറായിട്ട് അയക്കുമ്പോൾ ആളുകൾക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു കൊറിയർ ചാർജ് അടക്കം 250 രൂപയ്ക്ക് 25 പേന നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ നമ്മൾ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫൈസൽ ഖാനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓക്കെ.